ഗുഡ് മോർണിംഗ്. രാവിലെ ഇങ്ങനെ മുറ്റത്തൂടെ ഒന്ന് ഇറങ്ങിയപ്പോഴത്തേന് ഞാനൊരു വീഡിയോ എടുത്താണ്. എൻ്റെ രണ്ട് മുളക് പറിക്കുന്നുണ്ടോ, എൻ്റെ ശംഖുപുഷ്പത്തേലെ പൂ കണ്ടോ, നല്ല പൂവല്ലേ എൻ്റെ ശംഖുപുഷ്പം, നല്ല പൂവായിട്ട് കിടക്കുന്നുണ്ട്. എന്നാ രസമെന്നറിയോ, നല്ല നീല കളറല്ലേ ഈ ശംഖുപുഷ്പത്തിന്. ഞാൻ എന്തിനു വന്നാണെന്നറിയോ, ഞാൻ രണ്ട് മുളക് പറിക്കാൻ വന്ന കറിക്കിടാനായിട്ട്. ഇതുണ്ടോ എൻ്റെ ചീനി, ഇത് നല്ല എരിവാട്ടോ ഈ മുളകിന്. ഈ പ്രാവശ്യം ഞാൻ നട്ടു വെച്ചിട്ട് ഉണ്ടായതാണ് ഇത്, കണ്ടു. അകത്തേക്ക് രണ്ട് മുളക് പറിക്കാൻ ഓർത്തുകൊണ്ട് വന്നു. നല്ലതാട്ടോ ഈ മുളക്. ഇനി ഇതിൻ്റെ കൊമ്പൻ ചീനി, ഇത് ഇവിടെ എൻ്റെ വെന്തിത്തോട്ടം കേട്ടോ, കണ്ടോ. വെന്തിയൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ. ഇട്ട് വെച്ചിട്ട് ഞാൻ ഇച്ചിരി ചാണകമൊക്കെ ഇട്ട് കൊടുത്തപ്പോഴത്തേനാണ് നല്ലപോലെ ഉണ്ടായത്. എൻ്റെ കുഞ്ഞി തക്കാളി കണ്ടോ, കാണാം. കുഞ്ഞി തക്കാളിക്ക് ഉണ്ടായി വരുന്നതേ ഉള്ളേ. നേരം കിട്ടുമ്പോൾ ചെറിയ ചെറിയ രീതിയിലൊക്കെ ഓരോന്നൊക്കെ നട്ട് വെക്കുന്ന ഇതിൻ്റെ എനിക്ക് നമ്മൾ കുടുംബശ്രീയിൽ നിന്ന് എനിക്ക് കിട്ടിയ ചേനയുടെ വിത്താണ്. അത് നട്ടതാട്ടോ. അത്ര വലുതാ. ഇതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വെന്തി ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെ ഇരുന്നപ്പോൾ ഒരു വീഡിയോ എടുത്തു. ഇത് കൊമ്പൻ മുളക് കേട്ടോ, കണ്ടോ. ഉണ്ടായി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് കണ്ടോ, മൂത്തില്ല, ഇത് നിറച്ചും ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ശരിയേ, ഞാനൊരു ചുമ്മാ ഒരു വീഡിയോ എടുത്താണ്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, എല്ലാം ചെയ്യണം കേട്ടോ. അപ്പം എൻ്റെ ഒരു കുഞ്ഞ വീഡിയോ, അയ്യോ എൻ്റെ ബന്ധുത്തെ. അപ്പം ഗുഡ് ബൈ. എന്താ ഒരു മീൻകുളം ഉണ്ടാക്കിയതാണ്. അപ്പടി ചോർച്ച വന്നു. സുന്ദരിപ്പൂവിനെ കണ്ടോ, സുന്ദരിപ്പൂ. ഈ മീൻകുളം ചോർച്ചയായിരുന്നു മീൻകുളത്തിന്. എന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇച്ചിരി സിമെൻ്റൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് അതിനകത്ത് മീനില്ല. അപ്പം ടാറ്റ, ഓക്കെ, ബൈ, സീ യു.